ഗൈസ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെറ്ററൻ എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകും, നിങ്ങളുടെ മനസ്സിൽ പല പല ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ചും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ തിരിച്ച് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക, അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കളക്റ്റീവ് റീഡിങ് അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനാണ്. ഈവൻ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ അടുത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും എടുക്കുക, ഓവറോൾ നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, സോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരെങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കുക എന്ന ടോപ്പിക്കിലാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ഇങ്ങനത്തെ ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി. ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കാനും റീഡ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ഒത്തിരി ആൾക്കാർക്ക് ക്ലാരിറ്റി ലഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഫർദർ മോർ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം, ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിങ്, അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണലൈസ്ഡ് റീഡിങ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ക്ലാരിറ്റി തരാൻ ഞാൻ ഈ വീഡിയോസിലൂടെ നോക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ കൈവിടാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ഇവരുടെ മനസ്സിലുള്ള ഒരു വ്യക്തിക്ക് ഇവരെ കുറിച്ചുള്ള ചിന്തകൾ എന്താണ്, പെർസ്പെക്റ്റീവ് എന്താണ്, ഇവരൊരു കാര്യം അവതരിപ്പിച്ചാൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കാർഡ്സ് എടുക്കാമേ. 9 of Swords. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ സത്യത്തിൽ നിങ്ങൾക്ക് പേടിയാണ് ഇവരോട്. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവരെക്കാളും താഴെയാണ്, നമ്മൾ അവരെ പോയി പഠിപ്പിക്കുകയാണ്, നമ്മൾ അവരുടെ തലയുടെ മുകളിൽ കയറുകയാണ്, നമ്മൾ അവരെ ഭരിക്കുകയാണെന്നൊരു തോന്നൽ അവർക്ക് വരുമോ, അല്ലെങ്കിൽ എൻ്റെ ആശയം ഉൾക്കൊള്ളുമോ എന്ന രീതിയിലുള്ള ഒക്കെ ഒരു ടെൻഷൻ നിങ്ങൾക്കുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് അതേസമയം അവർക്കും നിങ്ങളോട് ഇതേ ഫീലിംഗ് ആണ്. അവർക്കിപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ എടുക്കുമോ, നിങ്ങൾ പോസിറ്റീവ് സെൻസിൽ എടുക്കുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് നിങ്ങളുടെ പേഴ്സണും ഉണ്ട്. ബിക്കോസ് ഞാനത് പറയാൻ കാരണം ഇവിടെ കൈൻഡ് ഓഫ് എന്താ ഒരു ഇൻഫിനിറ്റ് എനർജിയാണ് കാണുന്നത്. അതായത് അവിടെ എന്താണോ അത് തന്നെയാണ് ഇവിടെ, ഇവിടെ എന്താണോ അത് തന്നെയാണ് അവിടെ. പലപ്പോഴും റീഡിങ് കേൾക്കുമ്പോൾ അയ്യോ ഇതെന്റെ എനർജി അല്ല, ഇങ്ങനെ ഞാനല്ലേ ചിന്തിക്കുന്നത് എന്ന് പല ആൾക്കാരും കമന്റ് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണിന്റെ എനർജിയും ഒരേ ഇതിൽ അലൈൻ ചെയ്ത് വരുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇതിൽ വായിക്കുന്ന എനർജി നിങ്ങളുടെ എനർജി ആണെന്ന് തോന്നുന്നത്. പലപ്പോഴും ഞാൻ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി മാത്രമാണ് വായിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മിററിംഗ് ഇഫക്റ്റിൽ നിൽക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ഒരു ചോദ്യം കണ്ടത് കൊണ്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത്. ഓക്കെ, പ്ലീസ് ഗൈഡ് us. ആൻഡ് എന്റെ അഭിപ്രായത്തില് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ എന്ന് പറയും, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അവരെക്കാൾ താഴെയാണ് എന്ന രീതിയിൽ അവർ പറയുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പേഴ്സണലി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലുമല്ല. അവരുടെ കണ്ണിൽ നിങ്ങൾ എന്ന് പറയുന്നത് അവരെക്കാൾ ഫാർ 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 ബെറ്റർ ആണ്. അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ലക്കിയാണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം യൂണിവേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. പല കാര്യത്തിൽ നിങ്ങൾക്ക് സിദ്ധിയുണ്ട്, നിങ്ങൾക്ക് സ്കില്ലുണ്ട്, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ അറിയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇപ്പോ ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ചിലപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടാകും എന്ന് പലപ്പോഴും നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു യൂണിവേഴ്സ് അല്ലെങ്കിൽ മദർ എർത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ആരൊക്കെയോ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ആരൊക്കെയോ നിങ്ങളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഈവൻ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം നിങ്ങളോട് കാണിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുകയാണെങ്കിൽ അവർക്ക് 8ന്റെ പണി കിട്ടും. ആൻഡ് ഈവൻ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 8ന്റെ പണി കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളൊരു യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ വലയത്തിൽ ഒരു കുഞ്ഞ് പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത് പോലെ നിങ്ങളും എന്തോ ഒരു അദൃശ്യ ശക്തിയുടെ ആ ഒരു പ്രൊട്ടക്ഷനിലാണ് ഇരിക്കുന്നത് എന്ന് ഈ ഒരു പേഴ്സൺ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം നെഗറ്റീവായി ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ കുറേ തവണ ഈ പേഴ്സൺ ഇങ്ങനെ ആലോചിക്കും, എനിക്ക് പണി കിട്ടോ എന്ന രീതിയിൽ ആലോചിക്കും. ആൻഡ് അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടുണ്ട്, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുകയോ അറിയാതിരിക്കോ ഈ ഒരു പേഴ്സണ് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട് എന്നത് തന്നെയാണ് സത്യം. ബിക്കോസ് നിങ്ങൾ പല കാര്യങ്ങളും കാണുന്നില്ല, പക്ഷെ ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇന്നസെന്റ് ആണെന്നും നിങ്ങൾ ചിലപ്പോ
പൊട്ടിത്തെറിക്കുമായിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ ചൈൽഡിഷ്നെസ് ആണെന്നും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു പേഴ്സൺ പറയുന്നത് എങ്ങനെയാണോ അത് ആ ഒരു രീതിയിൽ എടുക്കും എന്ന് ഈ പേഴ്സണ് തീർച്ചയായിട്ടും അറിയാം. തുടക്കത്തിലുള്ള ആ ഒരു പൊട്ടിത്തെറി മാത്രമേ ഉള്ളൂ ഉള്ളിൽ പാവമാണെന്ന്, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ തന്റെ വരുതിക്ക് വരുത്താൻ എളുപ്പമാണ് നിങ്ങളെ എന്ന രീതിയിൽ ഈ പേഴ്സൺ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം വച്ചാലും, നിങ്ങൾ ഇപ്പൊ ഇവരുടെ ഒരു കാര്യം പറഞ്ഞാലും അത് ഇവർ വേറെ രീതിയിൽ ട്രിക്കി ആയിട്ട് ചേഞ്ച് ചെയ്ത് അത് സത്യം അത് അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാക്കി തീർക്കും എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഈ പേഴ്സണെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ ഇന്ന കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന രീതിയിൽ പറഞ്ഞാലും, ഈ ഒരു പേഴ്സൺ പലപ്പോഴും ഈ പേഴ്സന്റേതായിട്ടുള്ള രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യും. എന്നിട്ട് പറയും, ആ നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു കേട്ടോ. ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ പറയുന്ന കാര്യത്തെ വളച്ചൊടിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ സംഭവം എന്താണ്, നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ തന്റെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങളെ വളച്ചൊടിച്ചിട്ട് നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു 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 എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രവണത നിങ്ങളുടെ പാർട്ട്ണറിന്റെ കൈവശം ഉള്ളതായിട്ട് ആണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യോ അക്സെപ്റ്റ് ചെയ്യാതിരിക്കോ, നിങ്ങൾ കൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ സംഭവിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഒന്നോ രണ്ടോ തവണ നിങ്ങൾ കൺഫെയർ ആയിട്ട് കാര്യങ്ങൾ നടന്നിട്ട് ഈ ഒരു പേഴ്സൺ അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് കാര്യം കൊണ്ടുവന്നാലും ഈ പേഴ്സൺ അറിയാം അൺഫെയർ ആയിട്ട് പ്രവർത്തിച്ചാലും ഇത് ചൈൽഡിഷ് ആണ്, ഇത് ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടിയാണ്, അപ്പൊ അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, സോ എന്നെ മനസ്സിലാക്കും. അതായത് തെറ്റ് ചെയ്തിട്ട്, അതായത് കത്തി കുത്തി ഇറക്കിയിട്ട് വലിച്ചിറക്കിയിട്ട് പിന്നെ സോറി സോറി പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കും എന്നൊരു അപ്രോച്ച് ഈ ഒരു വ്യക്തിക്കുണ്ട്. ഓവറായിട്ട് തലേ കയറാൻ നിന്ന് കൊടുക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് നിങ്ങൾ ഇപ്പൊ ഇവരെ അമിതമായി ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന ഒരു തോന്നല് ഇവർക്കുള്ളതായിട്ടും, ഇവരാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്നും, നിങ്ങൾ വേറും തേണ്ട ഈ ഒരു ആട്ടുംകുട്ടിയെ പോലെയാണെന്നും, അവരാണ് റിലേഷൻഷിപ്പിലെ ലിയോ എനർജി, സിംഹത്തിന്റെ എനർജി എന്നും അവർ, ചിലപ്പോൾ നിങ്ങളായിരിക്കാം സിംഹം, പക്ഷെ നിങ്ങൾ അടിച്ചൊതുക്കി വെച്ചിരിക്കുന്നതായിരിക്കാം, പക്ഷെ നിങ്ങൾ ആട്ടുംകുട്ടിയും ഈ ഒരു പേഴ്സൺ സിംഹവുമാണ് എന്ന ധാരണയിൽ ഈ പേഴ്സൺ ഫ്രണ്ടിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ അധികകാലം ഈ ഒരു സിംഹത്തിന്റെ റോള് അവർക്ക് പ്ലേ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങൾ തിരിച്ചടിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സത്യത്തിൽ അവര് മാനിപ്പുലേറ്റീവ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനേക്കാൾ മാനിപ്പുലേറ്റീവ് എനർജി ഉള്ള ആൾക്കാരാണ് സത്യത്തിൽ നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾ സ്പിരിച്വൽ ആയിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം, ഓക്കെ, പക്ഷെ അവരെക്കാൾ മാനിപ്പുലേറ്റീവ് എനർജി ഉള്ള വ്യക്തികൾ നിങ്ങൾ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഈ ഒരു ക്ഷമയുടെ ആ ഒരു ഒരു ബാഗ് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേക്ക് ആക്ച്വലി നിങ്ങൾ എന്താണോ അത് പുറത്തേക്ക് വരും. മുമ്പ് ചിലപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവണം, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്ന് കണ്ട് നിങ്ങൾ മൂടി ഒരു ആട്ടുംകുട്ടിയായി മാറിയിരിക്കുന്നതായിരിക്കാം. എന്നിട്ട് അവരെ വളരുന്നെങ്കിൽ വളർന്നുകൊട്ടെ, ഈ റിലേഷൻഷിപ്പ് ഓക്കെ ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ നിർത്തുന്നതായിരിക്കാം. ഓക്കെ, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഒരു പരിധി കൂടുതൽ നമ്മൾ ഒരാളെ ടോളറേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, കണ്ടിട്ടും കണ്ണ് കെട്ടി നടക്കുന്നത് ശരിയല്ല. ചില റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യുക, പക്ഷെ റിയാക്ട് ചെയ്യുന്ന മോഡ് വളരെ റൂഡായിട്ട് ചെയ്യാതിരിക്കുക, സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തിയാണ്, പ്രൊഫഷണലി നിങ്ങൾ മാരകമായിട്ടും സക്സസ്ഫുൾ ഉള്ള ആളാണെന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം എബിലിറ്റി ഉണ്ട്, വളരെയധികം ക്രിയേറ്റിവിറ്റി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ വളരെ മെറ്റീരിയലിസ്റ്റിക്കലായിട്ടും സ്പിരിച്വൽ ആയിട്ടും ചിന്തിക്കുന്ന വ്യക്തിയാണ് എന്ന രീതിയിലൊക്കെ ഇവര് ഒറിജിനലി നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട് ഒത്തിരി. പക്ഷെ നിങ്ങളെക്കാൾ വലുതാണ് അവരെന്നൊരു സംഭവം അവർ ഇതിനകത്ത് ചെലുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവർ നിങ്ങളെക്കാൾ വലുതല്ല. എന്തുകൊണ്ടും എല്ലാ പെർസ്പെക്റ്റീവിൽ നോക്കിയാലും നിങ്ങൾ തന്നെയാണ് മുകളിലുള്ളത്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ പലപ്പോഴും അടിച്ചിരുത്തിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫിസിക്കൽ എനർജി, നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ എനർജി ഒക്കെ കുറഞ്ഞിട്ടുണ്ടാകാം എന്നെനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. എന്റെ അഭിപ്രായത്തില്
നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്നും നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്ത് ജീവിക്കുക. കാരണം നിങ്ങളുടെ ആധാരം എന്നത് മദർ യൂണിവേഴ്സ് ആണ്. സോ നിങ്ങളെ ഇപ്പോ ഒരു വ്യക്തി പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്താൽ പോസിറ്റീവായിട്ട് അവരെ സ്വീകരിക്കാനുള്ള മെസ്സേജസ് നിങ്ങൾക്ക് തരും. നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്താൽ നെഗറ്റീവായിട്ട് ഉള്ള മെസ്സേജസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. സോ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് ഓർക്കുമ്പോൾ സം കൈൻഡ് ഓഫ് ഏഞ്ചലിക് നമ്പേഴ്സ് കാണുന്നുണ്ട് എങ്കിൽ അത് പോസിറ്റീവ് ആണ്. അല്ല, ഈ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജി ആണ് നിങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ട് പോണ്ടെന്ന ഇൻഡ്യൂഷൻ ആണ് വരുന്നതെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നിങ്ങൾ ഓപ്പൺ ആകാതിരിക്കുന്നതാണ് നല്ലത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ, ഈ വ്യക്തി നിങ്ങൾ വളരെയധികം ബുദ്ധിശാലിയും ശക്തിശാലിയും സ്ട്രെങ്തൻ ആയിട്ടുള്ള വ്യക്തിയും നിങ്ങളെ ഒരാൾ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ എടുത്തടിച്ച് നിങ്ങളുടെ അടുത്തൊരു നോ പറയാനോ അല്ലെങ്കിൽ എടുത്തടിച്ച് നിങ്ങളെ റിജക്ട് ചെയ്യാനോ ഉള്ള സാധ്യതയില്ല. പക്ഷെ പതിയെ പതിയെ തൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ വളച്ചൊടിച്ചിട്ട് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. മറ്റൊരാളുടെ രീതിയിൽ ചെയ്യാനോ അവർക്ക് താഴ്ന്നു കൊടുക്കാനോ നിൽക്കാതിരിക്കുക. എനിക്കിതിനകത്ത് പറയാനുള്ളത്, ഈ ഒരു പേഴ്സൺ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തന്റെ ഇഷ്ടത്തിന് വളച്ചൊടിക്കുന്നു. അത് നിർത്തുക. നിങ്ങൾ ഡയറക്ട്ലി ഓപ്പൺ അപ്പ് ആയിട്ട് എനിക്ക് ഇതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് പറയേണ്ടത്, ഇതാണ് സംഭവം എന്ന രീതിയിൽ വെക്കുക. ബിക്കോസ് നിങ്ങൾ പലപ്പോഴും ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിലും നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ ഇവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ മറ്റുള്ളവരോട് കാര്യം പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഫോൾട്ട് ആണെങ്കിൽ പോലും ഷുവർലി ഇവർ മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു മാനിപ്പുലേറ്റീവ് എനർജി ഇതിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു എന്ന വിധേനയായി വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. സോ ആരോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവർ നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ ഓക്കെ ആണോ എന്ന രീതിയിൽ പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങൾ പോലും അവരടുത്ത് ചോദിക്കുക. ബിക്കോസ് നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ പോലും നാളെ അത് നിങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പാസ്റ്റ് എന്നത് പാസ്റ്റ് തന്നെയാണ്. അത് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയോട് തുറന്നടിച്ച് പറയണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പാസ്റ്റിനെ നിങ്ങൾ പാസ്റ്റ് ആയിട്ട് ലീവ് ചെയ്യുക. എല്ലാ വ്യക്തികളോടും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് തുറന്നു പറഞ്ഞാൽ അത് അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എക്സ്പെഷ്യലി നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ പാസ്റ്റ് പറയാതിരിക്കുക. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഹെൽത്തിന് നല്ലത്. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള 100% നെഗറ്റീവ് കോൺസ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ന്യൂ റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓപ്പൺ അപ്പ് ആകാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്തെങ്കിൽ യെസ്, ട്രാൻസ്പെറൻസി ആകാം. ഇവര് വന്നപ്പോ തൊട്ടുള്ള ട്രാൻസ്പെറൻസിയാണ് നല്ലത്. നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് അവരില്ലാത്ത സമയത്ത് ഉണ്ടായിരുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു എന്നത് അവരുടെ അടുത്ത് ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, നിങ്ങളുടെ പാർട്ട്ണർ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എങ്കിൽ ഞാൻ പറഞ്ഞേനെ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരോട് തുറന്നു പറഞ്ഞുകൊള്ളുവെന്ന്. പക്ഷെ ഈ ഒരു പേഴ്സണ് കുറച്ച് ഈഗോയും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ കുറ്റപ്പെടുത്താൻ, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള എനർജിയും ഇതിൽ കാണുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായുള്ള സ്റ്റാൻഡ് എടുക്കുമെന്ന് തോന്നുമ്പോൾ മാത്രം പറയുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് ഫീൽ ചെയ്യുമ്പോൾ മാത്രം പറയുക. എടുത്തടിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ, ഇപ്പൊ ഈവൻ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ, അതായത് അവര് തെറ്റ് ചെയ്തിട്ട് നീ ഇങ്ങനെ ചെയ്തോടാ, അല്ലെങ്കിൽ നിങ്ങൾ നീ ഇങ്ങനെ ചെയ്തോടി എന്ന് പോലും അവരുടെ അടുത്ത് ചോദിച്ചാലും അവരുടേതായിട്ടുള്ള രീതിയിൽ വളച്ചൊടിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ന്യായം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആണെന്നോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊള്ളത്തില്ല, നിങ്ങൾ മാറിപ്പോണെന്നോ ചീറ്റിംഗ് എനർജി ആണെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് ആവട്ടെ പാർട്ട്ണർ ആവട്ടെ അവരോട് ഒരു പെർട്ടിക്കുലർ കാര്യം പറയാൻ കൊള്ളാമോ ഇല്ലയോ എന്നാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഈ തൽക്കാലം പറയാൻ കൊള്ളില്ല എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ആകരുത് എന്ന് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ബിക്കോസ് ഓപ്പൺ അപ്പ് ആയാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ബിട്രയൽ ഉണ്ടാവും, അതായത് കഷ്ടത, ഒറ്റപ്പെടൽ, ലോൺലിനെസ്, പരാജയം ഉണ്ടായേക്കാം. സോ സൂക്ഷിക്കുക, വിവരമായിരിക്കുക, പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയുക, പല കാര്യത്തിനും ബൗണ്ടറീസ് ഇടുക. ടോട്ടലി നിങ്ങൾ പാസ്റ്റ് ഓപ്പൺ അപ്പ് ആകാനാണ് നിൽക്കുന്നതെങ്കിൽ വേണ്ട എന്നേ ഞാൻ പറയുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സജസ്റ്റ് ചെയ്ത ആൾക്ക് വളരെ നന്ദി. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒത്തിരി ആൾക്കാർക്ക് ക്ലാരിറ്റി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് പ്രോസ്പെരിറ്റിയും അബണ്ടൻസും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ റീഡിംഗ് ആയിട്ട് കാണാവുന്നതിരിക്കും. ബൈ ബൈ.